Happyland presents Happy Xmas and New Year 2026. powered by Kerala Paints, co-powered by Elur Consultancy, co-presents Kyle Restaurant, UK. This program is brought to you by Legend Solicitors, UK. നമ്മുടെ ബന്ധങ്ങളെല്ലാം തന്നെ പുതുക്കിയെടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് പുതുവർഷത്തിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. കഴിഞ്ഞുപോയതെല്ലാം മറന്ന് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുമ്പോൾ പുതിയ തുടക്കം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും പുതുവത്സരത്തെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ 2026 എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന്റെ സമയത്ത് ഈ ലണ്ടനിൽ ഭയങ്കര രസം തന്നെ, പിന്നെ വല്ലാത്തൊരു വൈബാണ്, ഭയങ്കര വൈബ് തന്നെ. എനിക്ക് തോന്നുന്നു വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു വൈബ് ഞാൻ കണ്ടിട്ടില്ല, ഒരു ഫീൽ ഇല്ല. ഇല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം ഈ സമയത്ത് ലണ്ടനിൽ ഈ ക്രിസ്മസ് മാർക്കറ്റ് കാണാനും ക്രിസ്മസ് കാണാൻ വേണ്ടി വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിയിട്ടുണ്ട്. വേറെ എവിടെ ഈ വൈബ് കിട്ടില്ല. പക്ഷെ അന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കളേഴ്സ് ഒക്കെ ആളുകൾ മാറി തുടങ്ങി. മിക്സഡ് കമ്മ്യൂണിറ്റി ഇപ്പൊ മലയാളികളാണെങ്കിലും ഒരുപാട് മലയാളികളായി. നമ്മളൊക്കെ വരുന്ന സമയത്തൊന്നും അധികം മലയാളികളില്ലല്ലോ, പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ആളുകൾ കുറവായിരുന്നു. നമ്മള് ലണ്ടനിലാണെങ്കിലും നമ്മൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആൾക്കാരാകുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം ഷംജിത്തിന് ഇവിടെ വന്നപ്പോൾ ആ 20 കൊല്ലം മുന്നേ ഇവിടെ UK വന്ന സമയത്ത് ഇങ്ങനെ കേരള സ്നാക്സും കോഴിക്കോട് മലബാർ സ്നാക്സ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മലബാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഫുഡാണല്ലോ, നല്ല കോഴിക്കോടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരിക എന്നുള്ള ഫീലാണല്ലോ. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, ഒരു വല്ലാത്ത നൊസ്റ്റോൾ ഫീലിംഗ് ആണ്. നമ്മൾ വന്ന കാലത്തൊന്നും ഇത്ര സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ കാലഘട്ടം മാറുന്നു, കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മളും ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് ഇവിടെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഫീലൊക്കെ വന്നത്. ഇപ്പം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് കേരള ഡിലൈറ്റ്സ് എന്നൊരു ബ്രാൻഡ്, അതിപ്പോൾ നന്നായിട്ട് നമ്മളിവിടെ ലോഞ്ച് ചെയ്തു. ലോകം മുഴുവൻ അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രൗഡാണ്. നമുക്കും കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരെ കഴിപ്പിക്കാനും പറ്റുന്നുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോഴത്തെ 130-150 വെറൈറ്റി ഓഫ് കേരള സ്നാക്സും ഫുഡ് ഐറ്റംസും ഇപ്പം കേരള ഡിലൈറ്റ്സിന്റെ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ നൊസ്റ്റാൾജി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചൂടായി കഴിക്കാൻ പറ്റുന്നത് വലിയൊരു നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആ ഒരു കൺവീനിയൻസ് ഭയങ്കരമാണ്. അല്ലെങ്കിൽ നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അതിനൊരു 2 മണിക്കൂർ ചിലവാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടാക്കി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പഴംപൊരിയും ചായയും കഴിക്കാനുള്ള ഒരു ഫീലില്ല അവിടുന്ന്. അപ്പോൾ ആ ഒരു ഫീല് നമ്മൾ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത്തരം രാജ്യങ്ങളിലൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. UK നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നത്. ഇപ്പോൾ ന്യൂസിലാൻഡ്, നമ്മൾ സിംഗപ്പൂര്, കാനഡ, അയർലാൻഡ്, യൂറോപ്പിലേക്ക് നമ്മൾ വ്യാപിക്കാൻ പോവാണ്. ഒരു 1 ഇയറിനുള്ളിൽ ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. ഇത്രയധികം റേഞ്ച് ഓഫ് ഫുഡ്സ് കേരള ഡിലൈറ്റ്സ് ഈ ലോകത്ത് മുഴുവൻ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സും അതെങ്ങനെയാണ്, അതൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? കേരളത്തിൽ കൊച്ചി അടുത്ത് ഒരു ഫുഡ് പാർക്കിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ അധിക രാജ്യങ്ങളും ചെയ്യുന്നത് ചെറുപ്പക്കാരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു നല്ലൊരു സുഹൃത്ത് റിസ്വാൻ എന്നൊക്കെ പറയും, റിസ്വാൻ വാസിം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു 2021 മുതലുള്ള ഡിസ്കഷനാണ്. അതിപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം UK വന്നിട്ട്. അപ്പം ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. അപ്പോൾ ക്രിസ്മസ് സീസൺ എങ്ങനെയാണ്? നമ്മൾ പണ്ട് ഇവിടെ വന്ന സമയത്തും ഇപ്പോഴും നമ്മളുടെ വ്യത്യാസം എന്താണ്? അതിൻ്റെ ഒക്കെ ഓർമ്മകൾ എന്തൊക്കെയാണ്? നാട്ടിലെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിനെക്കാട്ടും കൂടുതൽ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിലായിരുന്നു അതുകൊണ്ടായിരുന്നത്. സെലിബ്രേഷൻസ് കുറവായിരുന്നു. ഇപ്പം മാറി. ഇപ്പോൾ നമ്മളെല്ലാം അവൈലബിളായി. നമ്മൾ വല്ലാത്തൊരു ഫീലാണ്. നല്ല ഒരുപാട് ഫ്രണ്ട്സായി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആ രീതിയിലെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ. പിന്നെ അപ്പോൾ ആ സെലിബ്രേഷൻ്റെ ഒരു ആംബിയൻസ് മാറി. അത് വലിയൊരു മാറ്റമാണ്. മലയാളികൾ ഇവിടെ ഒരുപാട് വന്നതോടുകൂടി സൗഹൃദങ്ങൾ കൂടിയോട് ഫുഡും കൂടി. ദാറ്റ്സ് നൈസ്. നമ്മുടെ ബിസിനസ്സിനും അത് ബെനിഫിറ്റായി. അപ്പം UK വന്നിട്ട് ഒരു ബിസിനസ് ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്ന് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ജേർണി എങ്ങനെയാണ്? അതിൻ്റെ എത്ര ഡിഫിക്കൽട്ടാണ് കമ്പയർ ടു കേരളത്തിലൊരു ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ UK വന്നൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? UK ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ വന്ന് ആദ്യകാലങ്ങളെ പോലെ അല്ല. ഇപ്പം നമ്മൾ വന്ന കാലത്ത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു മാർക്കറ്റ്, നാട്ടിലെ പോലെ നമുക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ടില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും, എക്സ്പെൻസീവാണ് UK. മെയിനായിട്ടുള്ളതാണ്. നമ്മൾ ഓവർ ഹെഡ്സ് ഭയങ്കര ഏറ്റവും കൂടുതൽ ഓവർ ഹെഡ്സുള്ള രാജ്യമാണ്.
അപ്പോൾ അതൊക്കെ ആ ഒരു പ്രതിസന്ധി ഇവിടെ UK യിലുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേറെ കിട്ടും. അപ്പോൾ ഇത് മറികടന്നുള്ളൊരു ബിസിനസ് ആയിരുന്നു. ഇപ്പം കാലഘട്ടം മാറി, ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ ഒന്നും കൂടി ഓൺലൈൻ കാലഘട്ടം വന്നതോടുകൂടി നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ കാലഘട്ടത്തെ ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. പക്ഷേ എങ്കിലും UK പോലത്തെ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ ലീഗൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. മറ്റു കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി മറ്റു രാജ്യങ്ങളെക്കാട്ടും കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ പറ്റുവാണെങ്കിൽ UK പോലുള്ള രാജ്യങ്ങൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പണ്ട് നമ്മൾ 20 കൊല്ലം മുന്നേ UK വന്ന പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മലയാളികൾ UK വന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇപ്പം വരുന്ന കുട്ടികളും ഇപ്പോൾ വരുന്ന ആൾക്കാരും കുറച്ചും കൂടി എൻ്റർപ്രൈസിങ്ങും കുറച്ചും കൂടി പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരുന്നതും അവർ ബിസിനസ്സായിട്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ പലതും ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് വന്ന് കണ്ടതിനേക്കാളും. അപ്പോൾ അവരോട് ഇത്ര കാലം ഇവിടെ ബിസിനസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് അവരോട് എന്ത് ഗൈഡൻസ് ആണ് ഷംജിത്തിന് കൊടുക്കാനുള്ളത്? അതിൽ ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഒരുപാട് സാമ്പത്തികം കയ്യിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യണമെന്നില്ല. ബിസിനസ് നമുക്ക് നമ്മളെ ഐഡിയയും കോൺസെപ്റ്റും ഹാർഡ് വർക്കും എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. പിന്നെ മറ്റുള്ളൊരാൾ ഇപ്പം അധികം നടക്കുന്ന വെച്ചാൽ ഒരാൾ ചെയ്യുന്ന ഒരു ബിസിനസ് അതുപോലെ പെട്ടെന്ന് വേറെ ആരുടെയും ഫണ്ട് വെച്ച് ചെയ്യുന്ന ആ ബിസിനസ് ഒന്നും ഈ UK പോലത്തെ രാജ്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പാടാം. കാരണം ഇവിടുത്തെ ഓവർ ഹെഡ്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ല ധാരണയും അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സ്വയം അത് പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പം വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. നമസ്കാരം, കായലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ടിം ബർഗ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കായലിലേക്ക് സ്വാഗതം. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കായലില് ഞങ്ങൾക്ക് വളരെ 20-21 വർഷമായിട്ട് അദ്ദേഹത്തെ അറിയാം. പിന്നെ UK ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഒരു ഫുഡുമായി ബന്ധപ്പെട്ട് ക്രിട്ടിക്കും അദ്ദേഹം വളരെ അധികം ബുക്കുകൾ എഴുതുകയും റിവ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. BBC, മെർക്കുറി, നോട്ടിംഗ്ഹാം പോസ്റ്റ്, മെട്രോ ഇതിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴും പല ഫുഡ് ക്ലബുകളിൽ ഇപ്പോഴും അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ടിം, sorry I was speaking in Malayalam. Thank you for coming and just wondering, how do you feel about Kyle in UK? I'm sure going back many years you have been to this place. Yes, I mean, I think, as I think you were possibly indicating there, Kyle has been important, I think, in national terms, really, in expanding English people's understanding of Indian food, because historically it was centred quite narrowly on sort of the tandoori style, and mainly from people who arrived in England from Bangladesh and Sylhet in particular. And Kyle has helped expand that notion very much. I remember when I first came here and first reviewed your restaurant, I didn't really know anything. That was in 2004. It was a long time ago, yeah. Yes. I didn't really know anything about Kerala food then, and I, was an experienced food writer, I thought. But I remember your wording in that time was, I think it was for Metro, more charcoal to Newcastle. Right. One more restaurant to Leicester. That was your Okay, well, Yes. so it was very exciting to discover just a much broader palette of flavours and just a different approach to cooking. Obviously, it's very different. India, huge nation, and the idea that like all the food was one style is obviously ludicrous. It's a rich and diverse palette of flavours, and Kyle and Herb and your restaurants have helped educate us towards some of that. So I know that providing a range of snacks and imported spices from farms that you know well back in Kerala is something that you've been trying to do on a small level for quite some time. So I think it's great that you're now managed to expand that
and offer people a range of things that they can take home, enjoy cooking with, enjoy having the snacks before meals, with a drink before meals, in the way that they've enjoyed in the restaurants. I think that's great. And as I understand it, you'll soon be adding to that range with some sort of pre-prepared food using kind of ready to eat. long life packaging, ready to eat food, so that you can actually have what we call curries at home, or take it with them when they go on holiday, or It's like where you go out there. That's exactly. Yeah, it totally makes sense. I mean, if people are familiar with takeaways, it's like having a takeaway, but it's there ready for you already. It's just easy. So I think that's a really nice addition to your range that people are going to be interested in. Yeah. I'm talking about the snacks, and this particular snack you told me that took you back to your It's just your childhood. the peanut So- chickies. Yes. So Yeah, you know, well, when I tried this, we opened it and I thought, well, personally, this is gorgeous. It's really nice. But also, it took me back to my childhood because we have a very similar sweet here. We call it peanut brittle, yeah, or the alternative name that they come in blocks, isn't it? Yeah. often in blocks rather than small balls like this. But we also have a name called Nutty Slack, Yes. which is because it's rough. It looks bits coming out, and it looks like a rough. It's a term from the coal mining industry. Nutty slack is a particular type of coal that's dug out of the ground that looks a bit rough and ready like these. So it's, if you say to many English people of an age, would you like this? And they'll go, oh, it's nutty slack. Yeah. So yeah. ഏതാണ്ട് 20-22 വർഷങ്ങൾക്ക് മുൻപ് എന്തുകൊണ്ടാണ് ഒരു കേരള റെസ്റ്റോറൻറ്റ് UK യിൽ തുടങ്ങിയത്, അത് എന്തുകൊണ്ട് അത് വിജയിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മളുടെ വളരെ റിച്ച് കൾച്ചറായിട്ടുള്ള കേരളത്തിൽ നിന്നും നമ്മുടെ ഫുഡ്, നമ്മുടെ ക്വിസീൻ UK യിൽ വരുമ്പോൾ അതിനകത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, അതിനകത്തുള്ളൊരു യൂണീക്നെസ് എനിക്കത് കാണുവാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കേരളം എന്ന് പറയുമ്പോൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റീജിയനാണ് എല്ലാ തരത്തിലും. അതായത് ഒരു കോസ്റ്റൽ ആയതുകൊണ്ട് നമുക്കൊത്തിരി സീ ഫുഡുണ്ട്, ഒരു ട്രോപ്പിക്കൽ ലാൻഡ് ആയതുകൊണ്ട് നമുക്കൊത്തിരി വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ UK യിലെ വളരെ ലിമിറ്റഡ് റിസോഴ്സസ് ഈ വക കാര്യങ്ങൾക്കെല്ലാം ഉള്ളൂ. ഇവിടുത്തെ ക്വിസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിന് വളരെയധികം ഡിമാൻഡുള്ള ഒരു സ്ഥലമാണ്. എങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായും ബംഗ്ലാദേശി അല്ലെങ്കിൽ മറ്റ് ആൾക്കാരാണ്, ഇന്ത്യൻസ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജെന്യുവനായിട്ടൊരു ക്വിസീനോടെ കൊണ്ടുവരിക, അതിനകത്ത് നമ്മളുടെ കേരളത്തിൻ്റെതായ എല്ലാ പാരമ്പര്യവും, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മുടെ കൾച്ചർ, അതെല്ലാം കൊണ്ടുവരിക എന്നുള്ളൊരു ഡ്രീം. അതിനകത്ത് തീർച്ചയായിട്ടും അന്ന് ഏറ്റവും ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു കേരളത്തിൻ്റെ സീനിക് വീഡിയോ നാട്ടിൽ നിന്ന് അന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടില്ല, ഞങ്ങൾ തന്നെ ആളെ വിട്ട് ഓരോ നമ്മളുടെ സീനിക് ലൊക്കേഷൻ്റെയും വീഡിയോസ് എടുത്ത് അത് ലൈവായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലെല്ലാം അന്ന് മുതൽ കാണിക്കുന്നുണ്ട്. 20-22 വർഷങ്ങളായിട്ട് നമ്മളുടെ എല്ലാ റൂമുകളിലും, റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാ റൂമുകളിലും കേരളത്തിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നു. അത് ഈ ഫുഡ് വരുന്നത് എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മളുടെ ഗസ്റ്റിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡും കൾച്ചറും ഇവിടെയുള്ള ആൾക്കാരിൽ എത്തിക്കുവാനും അതുവഴി ആ വീഡിയോസ് കണ്ടിട്ട് നാട്ടിലേക്ക് ടൂറിസ്റ്റായി പോയ ആൾക്കാരുടെ നമ്പർ തന്നെ വളരെയധികമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രിൽ അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ്സാണ്. അതിനെ നാട്ടിലെ നമ്മളുടെ ട്രഡീഷണൽ ഫുഡിനെ ഇവിടുത്തെ നിലവാരത്തിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുക. അല്ലെങ്കിൽ എനിക്കറിയാം, ഇവിടെ തുടങ്ങിയ സമയത്ത് വളരെ അപൂർവം ആൾക്കാർ UK യിലുള്ള മലയാളികൾ. അപ്പോൾ അവരിൽ കൂടുതലും NHS ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ കഴിക്കാൻ വരുന്ന പേഷ്യൻസും അതുപോലെ കഴിക്കാൻ വരുന്ന ഡോക്ടേഴ്സും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അപ്പം അത് തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ മലയാളികൾക്കെല്ലാം അഭിമാനം ഉള്ള ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് കേരള അല്ലെങ്കിൽ നമ്മളുടെ ഫുഡിനെ കൊണ്ടുവരാൻ സാധിച്ചു. നോർമൽ ഇന്ത്യൻ ഒരു കാഴ്ചപ്പാട്, ഇവിടുത്തെ ട്രഡീഷണലായിട്ട് കുറച്ച് ഡിഷുകൾ, അത് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആദ്യത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കായൽ. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട്.
അത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്തു, അതിനെ വിജയിപ്പിച്ചു, ഇവിടെ വരെ എത്താൻ സാധിച്ചു. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Kerala Paints, Colors of Care, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയയിൽ തീർത്തിട്ടുള്ള നെക്ലേസ് കളക്ഷൻസ്. നെക്ലേസസ് മാത്രമല്ല, അതിന് ചേരുന്ന രീതിയിലുള്ള ബാംഗിൾസ് ഉണ്ട്, സ്റ്റഡ്സ് ഉണ്ട്, റിങ്സ് ഉണ്ട്, പെൻഡൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇതാ ഹെവി ആയിട്ടുള്ള ഇതേപോലുള്ള വലിയ നെക്ലേസുകളുണ്ട്. പിന്നെ ചോക്കർ ടൈപ്പിൽ വരുന്ന ഒരുപാട് നെക്ലേസസ്, അത് എക്സാക്റ്റ് ഡയമണ്ട് ലുക്കിൽ വരുന്ന നെക്ലേസസ് ഉണ്ട്. അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള സ്റ്റഡ്സ്, റിങ്സ് എല്ലാം ഉണ്ട്. പിങ്ക്, പീച്ച്, പിസ്ത കളേഴ്സിലുള്ള ഷെയ്ഡ്സിൽ വരുന്ന നെക്ലേസസ്, റൂബി സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വെച്ചിട്ടുള്ള നെക്ലേസുകൾ, പിന്നെ ഗ്രീൻ വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള നെക്ലേസുകൾ ചോക്കറായിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള ഒരുപാട് സെറ്റുകൾ. ന്യൂ ഇയറിനൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, സൂപ്പറായിട്ടുള്ള ഗൗണൊക്കെ എടുത്തിട്ട് നമ്മുടെ വൈബ്രൻ്റ് ആയിട്ടുള്ള പറക്കാട്ട് ജുവൽസിൻ്റെ ഇതേപോലുള്ള കളക്ഷൻസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഇവൻറ്റിലെല്ലാം ഫോക്കസ് ചെയ്യപ്പെടുക. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ കോൺഫിഡൻസോടുകൂടി ഇടാവുന്ന രീതിയിൽ പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഇതിനെല്ലാം സർട്ടിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഈ നെക്ലേസുകൾക്കെല്ലാം നല്ല ഇതേപോലെ തന്നെ ജെം ലാബിൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷനുണ്ട് എല്ലാ നെക്ലേസുകൾക്കും. ബാംഗിൾസ്, റിങ്സ് എല്ലാത്തിനും 5 സ്റ്റാർ അല്ലെങ്കിൽ 7 സ്റ്റാർ, മിനിമം 3 സ്റ്റാർ സ്റ്റാർ കട്ട് AD സ്റ്റോൺസിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ക്യൂബിക് സിർക്കോണിയയിൽ ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് ജെൻസിനുള്ള ബ്രേസ്ലെറ്റ്സും ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി, ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറക്കാട്ടിൻ്റെ രത്ന കളക്ഷൻസിൽ വരുന്ന നവരത്ന ബാംഗിൾസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ചെയിനുകൾ വരുന്നുണ്ട്, റിങ്സ്, സ്റ്റഡ്സ് എല്ലാം വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡയമണ്ട് പാറ്റേൺ ഒരുപാട് കളക്ഷൻ നെക്ലേസുകൾ ഉണ്ട് കേട്ടോ. അൺകട്ട് ഡയമണ്ടിൻ്റെ നെക്ലേസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചേരുന്നത് ബാംഗിൾസ് ഇവിടെ അൺകട്ടിൻ്റെ ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ, ഇല്ലെങ്കിൽ തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മലേഷ്യ തുടങ്ങി ഓൾ ഓവർ വേൾഡ് പറക്കാട്ട് ജുവൽസിൻ്റെ ഷോറൂംസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കണം. പിന്നെ കൂടാതെ പറക്കാട്ട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ്, എല്ലാ പ്രൈസ് റേഞ്ചസും, നമ്മുടെ വാറണ്ടി, ഗ്യാരണ്ടി, സർവീസ് എല്ലാം അറിയാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ലൈഫ് ടൈം പെയ്ഡ് സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ് വരുന്നുണ്ട്. 50% എക്സ്ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻ, 40, 30, 20, 25% എല്ലാം മാറ്റിയെടുക്കാവുന്ന ആയുഷ്കാല എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ജ്വല്ലറി എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് ഷോറൂം സന്ദർശിക്കുക.
കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ പറക്കാട് ജുവൽസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമസ്കാരം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ള ഈസ്റ്റാമിലാണ്. ഈസ്റ്റാമിന് മണ്ണിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ലെജൻഡ് സോളിസിറ്റേഴ്സിന്റെ അടുത്താണ് നമ്മൾ ഇന്ന്. അപ്പൊ അതിന്റെ ഫൗണ്ടറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വാ. ഞാൻ അഡ്വക്കേറ്റ് അരവിന്ദ്. UK 2010 സ്റ്റുഡൻറ് വിസയിൽ വന്നു. ഷെഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സോളിസിറ്ററായിട്ട് ക്വാളിഫൈ ചെയ്തു. സോളിസിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തു. 2010 വരെ 1-2 ഫേംസിൽ വർക്ക് ചെയ്തു. സ്വന്തമായിട്ട് 2010 ലെജൻഡ് സോളിസിറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് ലോ ആൻഡ് ലോയ്സിലാണ് പ്രാക്ടീസ് ചെയ്തത്. 2010 തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയായിട്ട് ഇപ്പോൾ 15 വർഷമായി. മെയിനായിട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ആൻഡ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. ചില ക്ലയൻസിന് നിർബന്ധം കാരണം ഇടയ്ക്കൊക്കെ ഫാമിലിയും ക്രിമിനൽ ലോയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ച് ഓൾമോസ്റ്റ് 25 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 90% എംപ്ലോയീസും ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് PSW ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ എല്ലാ വർഷം ഒരു 2 to 3 പെയ്ഡ് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഗോ എന്നുള്ള രീതിയിലാണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലുപരി ഞങ്ങൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കരിയർ പാത്ത് വേ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് LLB കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ ലോയർ ആകുന്നുള്ളതും, എഞ്ചിനീയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറായിട്ടും ആർക്കിടെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനും, അക്കൗണ്ടൻസ് ആയിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. ലെജൻഡ് സോൾജേഴ്സ് 2010 മുതൽ വർക്ക് ചെയ്യാൻ ഇതുവരെ എത്ര കേസാണ് ഹാൻഡിൽ ചെയ്തത്? ഇനി പ്രോപ്പർട്ടി ആണെങ്കിൽ 10,000-ൽ ആൾക്കാർക്ക് ഞങ്ങൾ വീട് മേടിക്കാനും വിൽക്കാനും സാധിക്കും. എൻകറേജ് ആണ് ശരിക്കും കണക്കില്ല. അതിലുപരിയാണ് ഈ സത്യത്തിൽ കണക്കില്ല എത്ര സഹായിച്ചാണെന്ന്. എന്തായാലും മോർ ദാൻ 50,000 പറയാനുള്ളൂ. ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സ് ഇപ്പൊ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ PR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ILR എന്ന് പറയുന്നത് 10 to 15, അതുപോലെ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യണവർക്കാണെങ്കിൽ 10 to 15 വർഷത്തിലോട്ട് മാറുന്നുണ്ട്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? മൈഗ്രൻസിന്റെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണെങ്കിൽ സ്കിൽഡ് വർക്കറിനെ മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സ്കിൽഡ് വർക്കറിന് സ്റ്റുഡൻസിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കഴിഞ്ഞ 6 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ സ്കിൽഡ് വർക്കേഴ്സും വരുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് വരുന്ന മെയിനായിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് പെർമിറ്റ് കിട്ടി സെറ്റിൽ ആവുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്കിൽഡ് വർക്കേഴ്സ് വന്നാൽ ഡയറക്ട്ലി 5ാമത്തെ വർഷം എങ്ങനെയെങ്കിലും PR ആകുന്ന ഉദ്ദേശത്തോടാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സ്റ്റുഡൻസ് ഫേസ് ചെയ്തത് ലാസ്റ്റ് ഇയർ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനും മിനിമം എംപ്ലോയർ 30,000 pounds ഉണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. അത് പെട്ടെന്ന് 33 ആക്കിയപ്പോഴത്തേക്ക് എംപ്ലോയീസ് വർക്ക് പെർമിറ്റ് കൊടുക്കാത്തൊരവസ്ഥ. പിന്നെ ഇനി സ്കിൽഡ് വർക്കറുടെ കാര്യമാണെങ്കിൽ 5 വർഷം എന്ന് പ്രതീക്ഷിച്ച അടുത്ത 2026 PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് പെട്ടെന്ന് 15 വർഷത്തിൽ നീട്ടിയപ്പോഴത്തേക്ക് പലരുടെ എക്സ്പെക്ടേഷൻ തകളം പറഞ്ഞായിരുന്നു. പലരും PR കിട്ടിയിരിക്കും വളരെ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലെങ്കിൽ PR കിട്ടിയിട്ട് വീട് മേടിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, പിന്നെ കുട്ടികളുടെ ഫണ്ട് പബ്ലിക് ഫണ്ട്സ് അവൈൽ ചെയ്യാൻ അങ്ങനെ പലരും പല ഉദ്ദേശത്തോടെ ഇരുന്നവരുണ്ട്. അവരുടെ എല്ലാ പ്രതീക്ഷകളാണ് മാറ്റുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ള പറയുന്നതിലല്ല, എന്ത് നമുക്ക് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡിസ്കഷൻ വേണ്ടത്. സ്കിൽഡ് വർക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുള്ളവർക്ക് പ്രൈവറ്റ് ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് PR കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ മാറും. അവരുടെ മെയിൻ
ഈ സത്യം പറഞ്ഞാൽ ഒത്തിരി യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പലവരും ഈ നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ പെറ്റീഷൻ കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഈ പെറ്റീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിന്റെ ഒരു കറക്റ്റ് ഫോം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇൻഡിവിജ്വലി ഫൈറ്റ് ചെയ്യുന്ന നടക്കില്ല, കളക്റ്റീവ്ലി ഒരു ഫോറമായിട്ട് ഫൈറ്റ് ചെയ്യണം. എസ്പെഷ്യലി അത് ചെയ്യാൻ കഴിയുന്ന ഓരോ അസോസിയേഷനിലെ മെമ്പേഴ്സ് നല്ല കളക്റ്റീവായിട്ട് ഓരോ ഫോറത്തിൽ ചെയ്തു, അതിൽ വോട്ട് ചെയ്യുക, ഇതിനെതിരെ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല പെറ്റീഷനായിട്ട് നമ്മുടെ നാട്ടിൽ കൈകൊണ്ട് എഴുതി കളക്ടർക്ക് പെറ്റീഷൻ പോകുന്ന പരിപാടിയും കൂടി ഇല്ല. അത് യൂട്യൂബേഴ്സിന് അറിവില്ലായ്മ എന്ന് പറയുന്നതാണ് പെറ്റീഷൻ. ഫോറത്തെയും ജോയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഒരു അവസരം ഒഴുകുന്ന ഏഷ്യാനെറ്റിനോട് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ശരിക്കും ഞാൻ അങ്ങോട്ട് പോയി ഏഷ്യാനെറ്റ് അപ്രോച്ച് ചെയ്യണം എന്ന് കരുതിയിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നത്. താങ്ക്സ് ടു ഏഷ്യാനെറ്റ് ആൻഡ് ഓൾ ഇറ്റ്സ് ഓഡിയൻസ്. ദാറ്റ്സ് ഓൾ. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. UK അടുത്തറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഏലൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് വളരെ തിരക്കിട്ടതാണ് അല്ലേ? എന്നാൽ ഈ തിരക്കിനിടയിലെ ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു ചെറിയ റിലീഫിനായി പലരും തിരഞ്ഞെടുത്ത അശ്വ കോഫി എന്നൊരു വ്യത്യസ്ത കോഫി ബ്ലെൻഡിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതം വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. മണിക്കൂറുകളോളം മൊബൈൽ സ്ക്രീൻ, കമ്പ്യൂട്ടറിന് മുന്നിലെ തുടർച്ചയായ ജോലി, കോൺസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസ്, മെന്റൽ പ്രഷർ, ഇതെല്ലാം കാരണം ശരീരം മാത്രമല്ല മനസ്സും നിരന്തരം ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലരും ഉള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വശത്ത് നമുക്ക് എനർജി വേണം, മറ്റൊരു വശത്ത് കാംനെസ്സും വേണം. പക്ഷെ പലപ്പോഴും ഇത് രണ്ടും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ഡെയിലി ഹാബിറ്റ് നമ്മൾക്കില്ല. ഇവിടെയാണ് അശ്വ കോഫി ഒരു വ്യത്യസ്ത ചിന്തയുമായി എത്തുന്നത്. എനർജിയും അശ്വഗന്ധയുടെ കാംനെസ്സും ഒരുമിച്ച ഒരു പെർഫെക്റ്റ് ഡെയിലി കോമ്പിനേഷൻ, അതാണ് അശ്വ കോഫി. ഇതൊരു എനർജി ഡ്രിങ്ക് അല്ല, ഒരു മെഡിസിനുമല്ല. ഒരു റെഗുലർ കോഫി പോലെ തന്നെ തിളപ്പിച്ച് തയ്യാറാക്കി ദിവസേന ഉപയോഗിക്കാവുന്ന ഒരു കോഫി ബ്ലെൻഡാണ്. പ്യുവർ റോബസ്റ്റ കോഫിയും ശുദ്ധമായ അശ്വഗന്ധ പൗഡറും ചേർന്ന ഈ ബ്ലെൻഡ് ജോലിക്കിടയിലെ സമ്മർദ്ദത്തിനിടയിൽ ഒരു ചെറിയ പോസ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതും അടിപൊളി ടേസ്റ്റോട് കൂടി. മോർണിംഗ് വർക്ക് പ്രഷർ, ആഫ്റ്റർനൂൺ ഫെയിലിയർ, ഈവനിങ് മെന്റൽ ടയർഡ്നെസ്, ഇതിനെല്ലാം ഇടയിൽ ഒരു കോഫി ബ്രേക്ക് വെറും ഹാബിറ്റ് അല്ല, സെൽഫ് കെയർ മൊമെന്റ് ആകണം എന്നതാണ് അശ്വ കോഫി പറയുന്നത്. ആയുഷ്ക്ലബ്.com-ലും ashwacoffee.com-ലും അശ്വ കോഫി ലഭ്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി സാധാരണ കോഫി വേണോ, മനസ്സമാധാനം തരുന്ന കോഫി വേണോ എന്നത് മലയാളിക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അശ്വഗന്ധ നൂറ്റാണ്ടുകളായി നമ്മുടെ പാരമ്പര്യത്തിൽ നെർവ് റിലാക്സേഷനായി ഉപയോഗിച്ചു പോന്നിരുന്നു. കോഫി നമ്മളെ ആക്റ്റീവ് ആക്കാനും എനർജി നൽകാനും പ്രയോജനപ്പെടുന്നു. ഈ രണ്ടിനെയും ശ്രദ്ധാപൂർവ്വം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത ഒരു ബാലൻസ്ഡ് ബ്ലെൻഡാണ് അശ്വ കോഫി.
ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സമ്മർദ്ദമില്ലാത്ത സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹായ് ഹായ് ഹായ്ക്ക് ഒരു ബലമില്ല. Can we have a better have? Okay, hi. എവിടുന്നാ വരുന്നത്? ഉച്ചക്കട. Okay, you all have one family? One family. Where are you from? Kanyakumari. Okay. Your name, sir? Bosco. Arul. Alvina Zrila. Miss Standard. 5th. Hello. Your name? Alston. Wow, that's a nice name. I thought it's Einstein. In which grade are you? Grade. Grade ഒന്നും വരല. ഞാൻ നിനച്ച് ഏതോ LKGയോ UKGയോ പോറാനോ നിനച്ചേ. FKG എന്താണ്? Senior KG. Okay, nice. Okay. ഇയാൾ എത്രാം ക്ലാസ്സിലാ? ഒരു ചക്കരയാണല്ലോ. എന്താ ചക്കര മാവിന്റെ പേരെന്താ? ആരോ. Okay. Hello. Hi. Your name, please? Aiden. Oh, I also know an Aiden. But that's not you. But you're a better boy. Okay, good. In which grade? Grade 2. Brother? Aaron. Oh, okay. വാവിനെ കൊഞ്ചിക്കാറുണ്ട്. You know മലയാളം, തമിഴ്, ഏത് ലാംഗ്വേജ്? ഒരു ലാംഗ്വേജ് അറിയില്ലേ? English. Okay, fine. Okay. Do you play with your younger brother? Yes? Many times? You like it? Okay, good. എന്താ പേര്? ജിജി. വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എല്ലാവരും? ബാങ്കിലാണ്. ഓക്കെ. എവിടെയാ? ഇവിടെ ട്രിവാൻഡ്രം തന്നെയല്ലേ? ഇല്ല, തമിഴ്നാട് ബ്രാഞ്ച്. ഓക്കെ. ഇതിപ്പോ വെക്കേഷൻ ലീവ് അങ്ങനെ എന്തെങ്കിലും ആണോ? You guys on your vacation. Okay. Nice. ഇവിടെ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം വരാണോ? തേർഡ് ടൈം. All of you third time. How do you like Happy Land? Favorite. Nice. Okay. പിള്ളേരുടെ ഒക്കെ favorite. Which ride is your favorite? Slide. The water slide. Yeah? Okay. How about you? Same. The copy. That's why that option is over. Now we have to come up with a different option. Swimming pool? Yeah. Wave pool? Yeah. You okay. So you like water play? Yeah? How about the land rides? ലാൻഡ് റൈഡ്സ് നമുക്ക് വേണ്ട, വെള്ളത്തിൽ തുള്ളി കളിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ പരിപാടികൾ ഇതല്ലാതെ വേറെ ഇനി എന്തൊക്കെ ഉണ്ട് പ്ലാൻസ്? ഒരുപാടുണ്ട്. ഇവിടെ ഒരാളൊന്നും ആയില്ല, ഇവിടെ കുറേ ഉണ്ട്. One by one. You have so many in line. Yeah, she has a big list. That's good. We are just ticking the checklist. Adellam be smart enough that you check everything and get everything done. Yeah, first is okay. All the best. First is Mall of Trivandrum, then Lulu Mall, then Happy Land, and many more. So we are going one by one. Next will be Arapuda. Okay. Something like that. That's good. So it's and a many long more plan. to come. Yeah, many more to come. That's good. So overall vacation കഴിഞ്ഞാലും നിങ്ങൾ പ്ലാൻ തീരും തോന്നുന്നില്ലല്ലോ. Then we'll start a new list. Then when we come home, we have to again go check. That's good. Enjoyment time and happy time being together. അല്ലേ? Thank you. Okay. So wishing you all a very happy new year. Yeah. See you soon. Bye. Thank you. കഴിഞ്ഞുപോയ നല്ലതും ചീത്തയുമായ ദിനരാത്രങ്ങൾക്ക് വിട. ഇനി വരുന്ന നാളുകളിൽ സന്തോഷം മാത്രം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ല ദിനങ്ങൾക്കായി. നാളെ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം. ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026 പവേർഡ് ബൈ കേരള പെയിന്റ്സ്, co-powered by ഏലൂർ കൺസൾട്ടൻസി, co-presents കായൽ റെസ്റ്റോറന്റ് UK. This program is brought to you by Legend Solicitors UK.